ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയായിരുന്നു? ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഹലോ, എടാ കേൾക്കുന്നില്ലേ? ഹലോ, പറഞ്ഞോളൂ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഗവേണിംഗ് ഇക്വേഷൻ റെസിസ്റ്റർ. റെസിസ്റ്ററിന്റെ ഇക്വേഷൻ എന്താടാ? വോൾട്ടേജ് കറണ്ട് ഇക്വേഷൻ V = IR. V = IR അല്ലെങ്കിൽ I = V/R. Then ഇൻഡക്ടർ വോൾട്ടേജ് കറണ്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പോയാ? VL = പറയടാ. ഇതിങ്ങനെ കഥ കേൾക്കുന്ന പോലെ കേൾക്കല എല്ലാ ദിവസവും. ഇത് നോട്ട് ചെയ്യലും പരിപാടി ഒന്നുമില്ല. എല്ലാരോടും കൂടിയാണേ ചോദിക്കുന്നത്. എപ്പോഴും എന്ത് ചോദിച്ചാൽ ഒരു 3-4 ആൾക്കാരെ വാതുറക്കുള്ളൂ. ഇൻഡക്ടറിന്റെ ഇക്വേഷൻ എന്താ? വോൾട്ടേജ് കറണ്ട് ഇക്വേഷൻ എന്താ? L × di/dt. VL = L × di/dt. I = 1/L integral ddt. Okay, then capacitor voltage current equation is equal to Q/C. Q/C. Q നെ I ന്റെ ടേമിലേക്ക് എങ്ങനെ മാറ്റുക? dq/dt. I = dq/dt. കേട്ടോ? So Q is equal to integral I dt അല്ലേ? സോ ഇതല്ലേ ഇന്നലെ ഇത് നമ്മൾ ഇത്ര നേരം എടുത്ത് പറഞ്ഞാണ്. ഇതാണ് ബേസിക് ഇക്വേഷൻ. V = Q/C. ദെൻ ഇതിനകത്ത് Q എന്നുള്ള ടേമാണ് നമുക്ക് I എന്നുള്ള ടേമാക്കി മാറ്റണം. നമുക്ക് അറിയുന്ന ഒരു കാര്യം ഐയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ I = dq/dt ആണ്. അതിൻ്റെ തന്നെ ക്യൂവിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ I dt. Q = ഇന്റഗ്രൽ I dt. സോ ഈ ക്യൂ എടുത്തിട്ട് നമ്മുടെ പ്രീവിയസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം അല്ലേ? പ്രീവിയസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്യൂവിന് പകരം ഇന്റഗ്രൽ I dt കൊടുത്തു കഴിഞ്ഞാൽ V = 1/c ഇന്റഗ്രൽ I dt വരും അല്ലേ? ദെൻ I = ആക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് ഭാഗം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ I = c dv/dt. എടാ ഈ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചേക്കണേ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എഴുതാൻ വേണ്ടി 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും പറഞ്ഞിട്ടുണ്ട്. RL സീരീസ് സിസ്റ്റം, RC സീരീസ് സിസ്റ്റം, ദെൻ RLC സീരീസ് സിസ്റ്റം. ഇത് നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ VR + VL നമുക്കറിയാം കിർച്ചോഫ് വോൾട്ടേജ് ലോ, സീരീസ് കണക്ഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് V = VR + VL + VC. ഞാൻ ഈ VC യെ തൊടാതെ വെക്കുന്നു. എന്നിട്ട് VR-നെയും VL-നെയും VC-യുടെ ടേമിലേക്ക് മാറ്റുന്നു. എങ്ങനെയാ മാറ്റുക? VR-ന്റെ ഇക്വേഷൻ എന്താ? I × R. VL-ന്റെ നമുക്കറിയാം എന്താ? L × di/dt. ദെൻ I ത്രൂ ഔട്ട് എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് I കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് കപ്പാസിറ്റൻസിലെ അല്ലെ കപ്പാസിറ്ററിലെ ഐയുടെ ഇക്വേഷൻ എടുത്തിട്ട് ഈ രണ്ട് ടേമിലെ ഐയിലും കൊടുക്കുക. അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്നത് V = RC × dVc/dt + LC × d²Vc/dt² + VC എന്ന് കിട്ടണം. നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ചെയ്തിന് ആരേലും?
എവിടെ അല്ലേ ആരോട് ഈ പറയും സമയം കളയുന്നില്ല. ഒരുപാട് ലേറ്റ് ആണ്, ഒരുപാട് ബാക്കിലുമാണ് നമ്മളുള്ളത്. then അടുത്ത സിസ്റ്റം ഫ്ലൂയിഡ് സിസ്റ്റം. നമ്മളിപ്പോ രണ്ട് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞു. മെക്കാനിക്കൽ സിസ്റ്റം, മെക്കാനിക്കലിൽ തന്നെ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ദെൻ രണ്ടാമത്തത് അടുത്താണ് ഫ്ലൂയിഡ് സിസ്റ്റം. ഫ്ലൂയിഡ് സിസ്റ്റം നമുക്കറിയാം രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്, ഹൈഡ്രോളിക്സും ന്യൂമാറ്റിക്സും. അപ്പൊ ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ലിക്വിഡ്സ് ആയിരിക്കും നമ്മൾ അവിടെ വർക്കിംഗ് മീഡിയ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ 3 ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മള് റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നൊക്കെ ഇലക്ട്രിക്കലിൽ പറഞ്ഞു. ഇനി ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട 3 ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്, ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്, ഹൈഡ്രോളിക് ഇനർട്ടൻസ്. നെയിം ഓർമ്മ വേണം. ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്, ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്, ഹൈഡ്രോളിക് ഇനർട്ടൻസ്. ഓക്കെ. അപ്പൊ എന്താണ് ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്? നമുക്കൊരു പൈപ്പ് ഫ്ലോ, നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം ആയതുകൊണ്ട് ലിക്വിഡ് ഫ്ലോ ആണല്ലോ. അപ്പൊ ഒരു പൈപ്പ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഡയമീറ്ററുള്ള പൈപ്പ്, ഇതിൽ കൂടെ ഒരു P1 പ്രഷറിൽ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു, അല്ലെങ്കിൽ പൈപ്പ് വേറൊരു പൈപ്പ്, അതായത് ഇതുമായിട്ട് നമ്മൾ വേറൊരു പൈപ്പ്, ചെറിയ ഡയമീറ്റർ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടം വരെ വന്ന സ്പീഡിൽ വന്ന വെള്ളം ഇനി ചെറിയ ഡയമീറ്ററിലൂടെയാണ് പോകുന്നത്. അപ്പൊ ആ ഫ്ലോക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായല്ലേ, ആ ഫ്ലോ പാസേജിന് ഒരു റെസ്ട്രിക്ഷൻ വന്നു. അപ്പൊ ഫ്ലോ ഒന്നുകൂടി എന്നത് എന്താ പറയാ, ഒരു വലിയ ഡയമീറ്ററിൽ നിന്നും ചെറിയ ഡയമീറ്ററിലേക്ക് വരുമ്പോൾ ഈ ഫ്ലോയ്ക്ക് ഒരു എന്തുണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഒരു തടഞ്ഞു വെക്കലുണ്ടാവും. നല്ല സ്പീഡ്, നല്ല പ്രഷറിൽ, അല്ലെങ്കിൽ ഒരു P1 പ്രഷറിൽ വന്ന ഫ്ലൂയിഡ് ഇതിന്റെ ഡയമീറ്ററിൽ വരുന്ന മാറ്റം കൊണ്ട്, അല്ലെങ്കിൽ പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ചേഞ്ച് കൊണ്ട്, അല്ലെങ്കിൽ ബെൻഡിങ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അതിന്റെ പ്രഷറിന് വേരിയേഷൻ വരും. ആ ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് P1 പ്രഷറിൽ വന്ന എലമെന്റ് ഫ്ലൂയിഡ് ഈ പൈപ്പിലൂടെ പോയി ഒരു ഡയമീറ്റർ കുറഞ്ഞ പൈപ്പിലേക്ക് എൻട്രി നടക്കുമ്പോൾ അവിടെ ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. മാത്രമല്ല അതിന്റെ പ്രഷർ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് P1 converted to P2. So it is the resistance to flow which occurs due to the liquid flowing through valves or any change in the pipe diameter. നമ്മൾ വാൽവുകളെ പറ്റിയൊക്കെ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഗ്ലോബ് വാൽവ്, ഷട്ടിൽ വാൽവ്, പിന്നെ അതേപോലെ ഗേറ്റ് വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ഈ പെട്ടെന്ന് നമ്മളിപ്പം പൈപ്പ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ ടാപ്പ്, ടാങ്കിൽ നിന്നും വരുന്ന കണക്ഷൻ നമ്മുടെ പൈപ്പിലേക്ക് വരുന്നു. അപ്പം ടാങ്കിൽ നിന്നും ഒരു പ്രഷറിൽ വെള്ളം നമ്മുടെ ടാപ്പിലേക്ക് എത്തുന്നു. പക്ഷെ നമ്മൾ ടാപ്പിന്റെ മേലിലുള്ള ആ ഒരു ഗ്ലോബ് വാൽവ്, നമ്മൾ ആ വാൽവ് ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ ടാങ്കിൽ നിന്നും വരുന്ന അതേ പ്രഷർ അല്ല നമുക്ക് ടാപ്പിൽ നിന്നും ഔട്ടായിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ, അതായത് ടാങ്കിന്റെയും നമ്മുടെ ടാപ്പിന്റെ ഔട്ട്ലെറ്റിന്റെ ഇടയിൽ ഒരു വാൽവ് ഉള്ളത് കൊണ്ടാണ് ഒരു പ്രഷർ വേരിയേഷൻ P1 P2 എന്ന് പറയുന്ന പ്രഷർ വേരിയേഷൻ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഫ്ലോ പാസേജിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന വാൽവുകളോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള, ഞാൻ ഇപ്പൊ നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ച പോലെയുള്ള പെട്ടെന്നുള്ള ഡയമീറ്റർ ചേഞ്ച്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. മാത്രമല്ല ആ ഫ്ലൂയിഡ് ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യല്ലേ, നല്ല സ്പീഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ പെട്ടെന്ന് ഒരാൾ ബ്ലോക്ക് ചെയ്യുന്ന പോലെയാണ്, ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്ലൂയിഡ് സിസ്റ്റത്തില് വാൽവ്, അതേപോലെ ഡയമീറ്റർ ചേഞ്ച്, അതേപോലെ ബെൻഡിങ്, ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇതിനും ഗവേണിംഗ് ഇക്വേഷൻ വേണം. നമുക്ക് ഇതിനകത്ത് ഈ ഫ്ലൂയിഡ് സിസ്റ്റം, തെർമൽ സിസ്റ്റം ഒക്കെ ഇനി പറയാനുള്ള തെർമൽ സിസ്റ്റത്തിലൊക്കെ പ്രോബ്ലംസ് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഏതൊക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്ക്, എന്തൊക്കെയാണ് അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നോട്ട് ചെയ്യണം. ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് എന്താണ്? ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് എന്ന് മീൻ ചെയ്യുന്ന വെച്ചാൽ ഫ്ലൂയിഡിന് ഉണ്ടാവുന്ന, ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്. എന്തുകൊണ്ടൊക്കെയാ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക? ഒന്ന്, ഡയമീറ്റർ പെട്ടെന്ന് കുറഞ്ഞ് ചെറിയ ഡയമീറ്ററിലേക്ക് മാറുമ്പോൾ, ഇവിടെ ഒരു D1 ഡയമീറ്ററിലുള്ള പൈപ്പിൽ നിന്നും D2 ഡയമീറ്ററിലേക്കുള്ള പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്, അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അതേപോലെ ഫ്ലൂയിഡ് പാസേജിൽ, ഇപ്പൊ ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്നതിനിടയിലായിട്ട് ഇവിടെ ഞാനൊരു വാൽവ് വെച്ചിട്ടുണ്ട്. ഈ വാൽവ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഇവിടെ P1 പ്രഷറിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാൽവ് ഞാൻ മേലോട്ടേക്കും താഴോട്ടേക്കും ആക്കുന്നതിനനുസരിച്ചിട്ട് ഇപ്പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ പ്രഷർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് P2 പ്രഷർ ആവും. P1 പ്രഷറിൽ വന്ന സാധനം എത്തുമ്പോൾ P2 ആവും. ഇനി വാൽവ് ഫുള്ളി ഓപ്പൺ, വാൽവ് നമ്മൾ എടുത്തു കളയുകയാണെങ്കിൽ
ഫുൾ ടൈം ഇത് P1 പ്രഷറിൽ തന്നെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ വാൽവ് ഉള്ള സ്ഥലത്ത് ഫ്ലൂയിഡിന്റെ ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. സോ ഒരു ഈ ഇൻലെറ്റ് പ്രഷർ P1 ഔട്ട്ലെറ്റ് പ്രഷർ P2 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ അറിയണം. ഗവേണിംഗ് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ചേഞ്ച് ഇൻ പ്രഷർ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. Q എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഫ്ലോ, വോളിയം റേറ്റ് ഓഫ് ഫ്ലോ. അപ്പൊ നമ്മുടെ ആ പൈപ്പിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഫ്ലൂയിഡിന്റെ റേറ്റ് ഓഫ് ഫ്ലോയെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ ചേഞ്ച് ഇൻ പ്രഷർ. അതായത് ഇതിലിപ്പോ P1 പ്രഷർ ഇവിടെ ഉണ്ട്, നമ്മളെ റെസിസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പുറത്തുമ്പോൾ P2 ആയി. അപ്പൊ ഈ ചേഞ്ച് ഇൻ പ്രഷർ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോളിയം ഫ്ലോ റേറ്റ് ത്രൂ ദിസ് ഡിവൈസ്, ദാറ്റ് ഈസ് Q. P1 മൈനസ് P2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. അപ്പൊ അതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് RH. ഈ RH-നെയാണ് ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. നമ്മളിപ്പോ ഇതിനകത്ത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ റെസിസ്റ്റൻസിന് ഇക്വേഷൻ ഇതേപോലെ തന്നെയാ നമ്മൾ ഉണ്ടാക്കിയത്. V പ്രൊപ്പോർഷണൽ ടു I, then which is equal to I into R. ഈ R ഈ കോൺസ്റ്റന്റ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത് അല്ലെ. അതേപോലെ ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത് പ്രഷർ വേരിയേഷൻ അല്ലെങ്കിൽ P1 മൈനസ് P2 which is directly proportional to the volume flow rate അല്ലെങ്കിൽ flow rate of the device, that is Q. So equate ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരും, that is RH, which is known as hydraulic resistance. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഇക്വേഷനും പറഞ്ഞു, നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് വെറുതെ ബിൽഡിംഗ് ബ്ലോക്സും അതിന്റെ ഗവേണിംഗ് ഇക്വേഷനും എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റണം. P1 മൈനസ് P2 is equal to RH into Q. This RH is a constant known as hydraulic resistance. Then next one, hydraulic capacitance. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ. എന്താണ് ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്? എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു ടാങ്കിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പം ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിനകത്ത് H ഹൈറ്റിൽ വെള്ളം ലിക്വിഡ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. ഒരു H ഹൈറ്റിൽ ഒരു വാട്ടർ കോളം അല്ലെങ്കിൽ ഒരു ടാങ്കിനകത്ത് വാട്ടർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അവിടെ ഒരു എനർജി സ്റ്റോറിംഗ് ആണ്, പൊട്ടൻഷ്യൽ എനർജി അല്ലെ. The term hydraulic capacitance is used to describe energy storage with a liquid where it is stored in the form of potential energy. So capacitor എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റോറിംഗ് ഡിവൈസ് ആണ്. കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് ആണ്. ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ് ആകുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോറിംഗ് എലമെന്റ്. അതായത് നമ്മളിപ്പം വാട്ടർ ഇത് ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത് സർക്യൂട്ട് ഒക്കെ വരയ്ക്കുമ്പോൾ അവിടെ ടാങ്കുകളൊക്കെ കാണിക്കാനുണ്ടാവും, അക്യുമുലേറ്റിംഗ് ടാങ്കുകൾ. അപ്പൊ ആ അക്യുമുലേറ്റിംഗ് ടാങ്കുകളൊക്കെ ഇനി നമ്മൾ ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യാം, ബിൽഡിംഗ് ബ്ലോക്ക് ആക്കി കൺവേർട്ട് ചെയ്യാം. നമ്മളിപ്പോ വണ്ടീനെ അന്നത്തെ പറഞ്ഞിട്ടുണ്ട്, വണ്ടീന്റെ ചേസിനെ നമ്മൾ മാസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്ക് ആയി കൺവേർട്ട് ചെയ്യും. അതേപോലെ സസ്പെൻഷൻ സിസ്റ്റത്തിനെ സ്പ്രിങ്, ഡാഷ്ബോർഡ്, സസ്പെൻഷന്റെ മാസിനെ മാസ് ആയിട്ടും അങ്ങനെയൊക്കെ കാണിക്കും. അതായത് ഓരോന്നിനെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞത് നമ്മൾ ഈ ഒരു മാത്തമെറ്റിക്കൽ മോഡലിംഗ് കേസ് എടുക്കുകയാണെങ്കിൽ. അതേപോലെ നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത് വരുന്ന വാട്ടർ ടാങ്ക്, അക്യുമുലേറ്റിംഗ് ടാങ്ക്, അങ്ങനെയുള്ള ലിക്വിഡ് സ്റ്റോറിംഗ് ഡിവൈസുകളൊക്കെ നമ്മൾ ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിനും വേണം എന്ത്, ഗവേണിംഗ് ഇക്വേഷൻ വേണം. സോ നമ്മൾ വീട്ടിലുള്ള വാട്ടർ ടാങ്കിനെ എടുത്തോ, നമ്മുടെ വീട്ടിന്റെ ഒക്കെ ടോപ്പില് പിന്നെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്ക് ഉണ്ടല്ലേ. അപ്പൊ ആ ടാങ്കിനകത്തേക്ക് നമ്മുടെ പമ്പിൽ നിന്നും, അതായത് കിണറിൽ നിന്നും വരുന്ന വെള്ളം വരുന്നുണ്ട്. ദാറ്റ് ഈസ് അതിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് Q1. അതായത് നമ്മുടെ ടാങ്കിലേക്ക് ഇൻപുട്ട് ആയിട്ട് വന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഫ്ലോ റേറ്റ് Q1. ദെൻ ഈ ടാങ്കിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്കുള്ള മറ്റ് പൈപ്പുകളിലേക്കും ഓരോ ബാത്റൂമിലേക്കൊക്കെ ഉള്ള കണക്ഷൻസ് പോകുന്നത്. അപ്പൊ ഈ ടാങ്കിൽ നിന്നും ഔട്ടായിട്ട് പോകുന്നത് ദാറ്റ് ഈസ് Q2 ആണെങ്കിൽ ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്താ വരിക എന്നുള്ളത്. ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, എന്നാലും പിന്നെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമ്മളെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു CH ഇൻറ്റു dP/dt. എന്താണ് ഓരോന്നും നോക്കാം. Q1 Q2 ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ ഫിഗറിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാ കാണിച്ചു എന്നേ ഉള്ളൂ. സ്മോൾ ലെറ്റർ Q1, ദിസ് ഇസ് സ്മോൾ ലെറ്റർ Q2. Q1 Q2 എന്താ നമുക്കറിയാം, എന്താ റേറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോ
Q1 ആണെങ്കിൽ അറ്റ് ദി എൻട്രൻസ്, Q2 ആണെങ്കിൽ എക്സിറ്റ്. ഓക്കെ, ദെൻ Q1 minus Q2 which is equal to CH into dP by dt. dP, capital letter P. P is the pressure difference, that is P1 minus P2. നമുക്കറിയാം ഇവിടെ Q1 റേറ്റ് ഫ്ലോ റേറ്റിൽ ഇവിടെ വരുന്ന വെള്ളത്തിന് ഒരു പ്രഷർ ഉണ്ടാവും, ദാറ്റ് ഈസ് P1. ഓക്കെ, ഇനി ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടു. ഞാൻ എന്നിട്ട് ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് നമ്മുടെ ബാത്റൂമിലേക്കും മറ്റിലേക്കൊക്കെ പോകുന്ന കണക്ഷൻ. അപ്പൊ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും, ദാറ്റ് ഈസ് P2. അപ്പൊ ഈ ഡിഫറൻസ്, പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ ഈ ഇക്വേഷനിലെ ക്യാപിറ്റൽ ലെറ്റർ P ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് P is equal to P1 minus P2, ദാറ്റ് ഈസ് പ്രഷർ ഡിഫറൻസ്. ദെൻ അടുത്തൊരു ടേം ഉണ്ട് CH. എന്താണ് CH എന്നുള്ളത് നമ്മൾ ഈ ഡെറിവേഷൻ പറയുമ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലാകുന്നത്. നമുക്ക് നോക്കാം, ഒരു വേണ്ടി ഞാൻ ക്ലിയർ ചെയ്യട്ടെ. ഇതൊക്കെ ആവശ്യമുള്ളതാണ്, ഗവേണിംഗ് ഇക്വേഷൻ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് V is equal to AH. എന്താ സംഭവം? ഇതേതാ ഇക്വേഷൻ? ഇത് എന്തിന്റെ ഇക്വേഷനാ? വോളിയം. ദാറ്റ് ഈസ് A is equal to ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടെയ്നർ, H is the height. അതായത് ഈ ടാങ്കിന്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഈ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ വോളിയം കിട്ടും അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വോളിയത്തിൽ നിന്നാണ്. V is equal to AH. Then P is equal to rho GH. എന്താ പ്രഷർ ഡെൻസിറ്റി ഇക്വേഷൻ? പ്രഷർ ഹെഡ് ആണല്ലോ ഇത്. നമുക്കറിയാം, നമ്മളൊരു കണ്ടെയ്നറിനകത്ത്, ടാങ്കിനകത്ത് വെള്ളം H ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോർ ചെയ്ത എനർജി ഹെഡ് ആണ്, അല്ലെങ്കിൽ പ്രഷർ ഹെഡ് ആണ് P is equal to rho GH. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് Hന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, ദാറ്റ് ഈസ് P by rho G ആണല്ലോ. ഇത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യം, ഇത്രയും നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ടാങ്കിന്റെ കണ്ടീഷനിലേക്ക് വരികയാണ്. ടാങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻലെറ്റ് റേറ്റ് ഓഫ് ഫ്ലോ Q1 ഉം ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് റേറ്റ് എന്ന് പറയുന്നത്, ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് Q2. സോ ഈ ചേഞ്ച് ഇൻ ഫ്ലോ റേറ്റ് is equal to ചേഞ്ച് ഇൻ വോളിയം ആണല്ലോ. അതായത് Q1 minus Q2. ഇതെല്ലാം നമ്മൾ ഫ്ലൂയിഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇത് Q1, സ്മോൾ ലെറ്റർ Q1, ദിസ് ഇസ് Q2. അപ്പോൾ ഈ Q1 minus Q2 അല്ലെങ്കിൽ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഫ്ലോ is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന നോൺ പാരാമീറ്റേഴ്സ് ആണ്. ഇതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിന്റെ കേസിലേക്ക് വരികയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് Q1 minus Q2 is equal to d by dt of V. V എന്ന് പറഞ്ഞാൽ വോളിയം. അപ്പൊ വിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് A into H. സോ Q1 minus Q2 is equal to d by dt of A into H. A എന്ന് പറയുന്നത് ടാങ്കിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഒരിക്കലും മാറുന്നില്ലല്ലോ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു A into d by dt of H. ഓക്കെ, ദെൻ ഈ Hന് നമ്മളൊരു ഇക്വേഷൻ, പ്രഷർ ഹെഡിന്റെ ഇക്വേഷനിൽ നിന്നും Hന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് H is equal to P by rho G. So here Q1 minus Q2 is equal to A into d by dt of P by rho G. Here rho constant, G constant പുറത്തെടുക്കുന്നു. That is A by rho G into d by dt of P. Clear? Then ഈ ഹോൾ ടേമിനെ A by rho G എന്ന് പറയുന്ന ടേമിനെ ഞാൻ ഒരു പുതിയ ടേം ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് CH. ദിസ് ഈസ് ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്. സോ A by rho G എന്നുള്ള ടേമിന് പകരം ഞാൻ ഒരു പുതിയ പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് CH. ദാറ്റ് ഈസ് ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്. ദെൻ d by dt of P. P എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പ്രഷർ ഡിഫറൻസ് ആണ്, P1 minus P2. നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇതേ വേണ്ടുള്ളൂ. Q1 minus Q2 is equal to CH into dP by dt. അപ്പൊ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചത്. നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം അവിടെ എഴുതി വെക്കാം. എന്തൊക്കെ അറിയാം? ഒരു ടാങ്കിനകത്ത് ഒരു H ഹൈറ്റിൽ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഏരിയ ഇൻറ്റു ഹൈറ്റ് എടുത്താൽ മതി. ഇത് എനിക്കറിയാം. ദെൻ അതേപോലെ തന്നെ ഒരു ടാങ്കിനകത്ത് H ഹൈറ്റിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പ്രഷർ എനർജി എന്ന് പറയുന്നത് rho GH. ഇത്രയും എനിക്കറിയാം. അപ്പൊ ഇതിനകത്ത് നിന്ന് V is equal to AH. അപ്പൊ ഈ Hന് പകരം നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത് H is equal to P by rho G. ഇത്രയും സാധനം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവിടെ എടുത്തു വെച്ചു. ഇതവിടെ കിടക്കട്ടെ. ദെൻ ഇനി നമ്മുടെ ടാങ്കിന്റെ കേസിലേക്ക് വരികയാണ്. ഇവിടെ ഇനീഷ്യൽ ഫ്ലോ റേറ്റ് Q1 ഉം എക്സിറ്റ് ഫ്ലോ റേറ്റ് Q2 ആണ്.
സോ Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് എന്നുള്ളത് നമുക്കറിയാം. Q1 മൈനസ് Q2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഈ വോളിയത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു dB/dt. സോ വിന്റെ ഇക്വേഷൻ AH ആണ്. സോ അത് ഇവിടെ എടുത്ത് എഴുതുന്നു. A കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്ത് എടുക്കുന്നു. d/dt ഓഫ് H എന്ന് മാറ്റിയത്. ദെൻ Hന് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. H ഈസ് ഈക്വൽ ടു P/ρg. അത് ഇവിടെ മാറ്റി വെക്കുന്നു. ഇതിന്റെ അകത്ത് റോയും ജിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് A/ρg ഇൻറ്റു dB/dt. ദെൻ ഈ A/ρgക്ക് നമ്മൾ പുതിയൊരു പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് CH, which is known as hydraulic capacitance. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷൻ നോട്ട് ചെയ്യണേ. Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു CH ഇൻറ്റു dP/dt. ഇനി ഇതിനകത്ത് പീക്ക് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം? പീക്ക് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം? P is equal to എന്താ ചെയ്യണ്ടേ? CH നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് Q1 മൈനസ് Q2 ബൈ CH. ദാറ്റ് ഈസ് dP/dt ആയുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? P is equal to കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അപ്പം രണ്ട് രീതിയിൽ എഴുതാൻ പറ്റണം. നമുക്ക് ക്യൂവിന്റെ ടേമിൽ Q is equal to എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റണം, P എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റണം. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്താണ് ഹൈഡ്രോളിക് ഇനേർട്ടൻസ്. നമ്മള് പിന്നെ റൊട്ടേഷൻ സിസ്റ്റത്തിൽ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മൂവ്മെന്റ് ഉള്ള എലമെന്റുകളെയാണ് നമ്മൾ ഒരു ഇനേഷ്യൽ എലമെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ഫ്ലൂയിഡ് കോളം, നമ്മളൊരു പൈപ്പിലൂടെ പോകുന്ന, ഇതൊരു പൈപ്പാണ്, ഈ പൈപ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡ്. ഓക്കെ, ആ ഫ്ലൂയിഡിന്റെ ഒരു സെക്ഷൻ, രണ്ട് സെക്ഷൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 എന്ന് പറയുന്ന സെക്ഷനും 2 എന്ന് പറയുന്ന സെക്ഷനും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് കോളത്തിനാണ് കൊടുക്കുന്നത്. ഈ ഹോൾ ഫ്ലൂയിഡ് കോളത്തിന് ഞാനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെ? സോറി, ഈ ഫ്ലൂയിഡ് കോളം മൂവ് ചെയ്യും അല്ലെ? ഒരു മൂവ്മെന്റ് ഉണ്ടാവും, ഫ്ലൂയിഡിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവും അല്ലെ? അതേപോലെ 2 എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ വേറൊരു ഫോഴ്സ് കൊടുക്കുന്നത് F2. ഇത് രണ്ടും സെയിം സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു എഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് കോളത്തിന് ഒരു ഫോഴ്സ്, ഒന്നിലധികം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് കോളത്തിന് ഒരു ഇനേഷ്യ ഉണ്ടാവും. ഇനേഷ്യ എന്ന് വെച്ചാൽ എന്താ? റെസ്റ്റിലാണെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇനേഷ്യൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു മോഷൻ കിട്ടും. സോ അത് തന്നെയാണ്, അതായത് ഫ്ലൂയിഡ് കോളത്തിന് നമ്മളൊരു മോഷൻ ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ഇനേർട്ടൻസ്. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ് എലമെന്റുകളെയും ഇനി നമ്മൾ ഹൈഡ്രോളിക് ഇനേർട്ടൻസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ പൈപ്പിലൂടെയുള്ള ഫ്ലോ, അപ്പൊ അതിനകത്ത് ഫ്ലൂയിഡിന് എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട് അല്ലെ? ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള മോഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇനേഷ്യൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇനി നമ്മൾ ഹൈഡ്രോളിക് ഇനേർട്ടൻസ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനും നമുക്ക് വേണം, ഇതിപ്പോ ഒരു പൈപ്പ് കാണിച്ചിട്ടുണ്ട്, പൈപ്പിൽ ഒരു ഫ്ലൂയിഡിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇയാള് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തതും, അതേപോലെ ഓപ്പോസിറ്റിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലും വേറൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. എന്തോ ആവട്ടെ, ഇതിന് നമുക്ക് ഗവേണിംഗ് ഇക്വേഷൻ ആവശ്യമാണ്. അപ്പൊ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത ഫ്ലൂയിഡിന്റെ കോളം ഇത്രയും ചെറിയ 1, 2 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലുള്ളതാണ്. അതിന്റെ ലെങ്ത് ഇവിടെ L എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരിക എന്നുള്ളത് നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് പോവാം. ദിസ് ഈസ് ദി ഫൈനൽ ഇക്വേഷൻ. അത് ഇവിടെ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നു F1 ഹാവിംഗ് പ്രഷർ P1, ദെൻ 2 എന്ന് പറയുന്ന സെക്ഷനിൽ അനദർ ഫോഴ്സ് ഹാവിംഗ് പ്രഷർ P2. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ pressure change P2 minus P1 is equal to IH into dQ by dt. ഇത് നോട്ട് ചെയ്യണേ, IH into dQ by dt. P2 minus P1 is equal to IH into dQ by dt. That IH is known as hydraulic inertance, which is a constant. Hydraulic inertance. IH is hydraulic inertance. ഇനി ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ഒരു ഡെറിവേഷൻ പോയിന്റിലേക്ക് പോവാം. അപ്പൊ ഇവിടെ F1 ഉണ്ട്, F2 ഉണ്ട്, അതിന്റെ P1A, അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ F is equal to pressure into area. അപ്പൊ ഇവിടെ നമുക്ക് ഈ പൈപ്പിന് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ്. സോ F1 is equal to P1A, F2 is equal to P2A. നമുക്ക് നോക്കാം എങ്ങനെ ആ ഡെറിവേഷൻ ചെയ്തിട്ട് ആ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ പറയുന്നത് F1 force acting at section 11,
F2, force acting at section 2. A is the cross-sectional area of the liquid block. L is the length of the liquid block. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഈ ചെറിയ ഒരു ലിക്വിഡ് കോളാണ്, ആ കോളത്തിന്റെ ലെങ്ത്, ദാറ്റ് ഈസ് L. Then P1, pressure intensity at section 1. P2, pressure at section 2. Any, the net force acting on the liquid is given as F1 minus F2. ഇത് ക്ലിയർ ചെയ്യട്ടെ. ഡെറിവേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഡിറൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കിപ്പോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഫിഗർ. ഒരു പൈപ്പ്, അതിനകത്തൊരു ചെറിയ L ലെങ്തിലുള്ള ലിക്വിഡ് കോളം, രണ്ട് സെക്ഷൻ 1, 2. ഇവിടെ ഞാനൊരു ഫോഴ്സ് F1ഉം ഇവിടെ F2ഉം കൊടുക്കുന്നുണ്ട്. സോ നമുക്കറിയാം ഈ ടോട്ടൽ നെറ്റ് ഫോഴ്സ് ഈ ഒരു മാസിൽ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് കോളത്തിന് ഞാനൊരു നെറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ലിക്വിഡ് കോളം ഇപ്പൊ ഉള്ള പൊസിഷനിൽ നിന്ന് എന്താ സംഭവിക്കുക? ഇതിനൊരു നെറ്റ് ഫോഴ്സ് ഞാൻ കൊടുക്കുന്നു. ഇയാൾക്ക് എന്ത് സംഭവം, എന്താ മാറ്റം ഉണ്ടാവുക? ഇയാൾ ഇപ്പൊ ഇതാ ഈ ഒരു പൊസിഷനിലാണ്, ഇയാളുടെ മുകളിൽ ഒരു ഫോഴ്സ് വരുമ്പോ ഈ കോളം എന്താ അവിടെ മൂവ് ആവും അല്ലെ? ഒരു ആക്സിലറേഷനിൽ ഇയാൾ മൂവ് ആവും. സോ നമുക്ക് അതൊക്കെ മൈൻഡിൽ വേണേ. ഇപ്പം നെറ്റ് ഫോഴ്സ് വരുമ്പോൾ ഇയാൾ മൂവ് ആവും, ഒരു ആക്സിലറേഷൻ, ഒരു വെലോസിറ്റിയിൽ മൂവ് ആവും, അല്ലെങ്കിൽ ഒരു ആക്സിലറേഷനിൽ മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ലിക്വിഡ് കോളത്തിന്റെ മാസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, M മാസും ഉണ്ട്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F1 മൈനസ് F2, ദാറ്റ് ഈസ് P1A മൈനസ് P2A. അപ്പൊ നമ്മൾ പറഞ്ഞു നെറ്റ് ഫോഴ്സ് കാരണം ലിക്വിഡ് മാസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യും അല്ലെ? ആക്സിലറേറ്റ് ചെയ്യും. സോ നെറ്റ് ഫോഴ്സ് is equal to M into A എന്ന് എഴുതാലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ലിക്വിഡ് കോളം which is causes the liquid mass to accelerate. So net force is equal to M into A. A net force ആണ് ഇത്, P1 minus A into P1A minus P2A. So net force is equal to M into A, Newton second law. So P1A minus P2A is equal to M into A. Okay, clear ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി A എന്താണ്? A acceleration, that is dV by dt. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ? Then മാസിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, റോ ഇൻറ്റു എ ഇൻറ്റു എൽ അല്ലെ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണ്. വോളിയത്തെ നമുക്ക് എ ഇൻറ്റു എൽ എന്ന് എഴുതിക്കൂടെ? ഈ ലിക്വിഡ് കോളത്തിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ദിസ് ലെങ്ത് അല്ലെ? ഓക്കെ, അപ്പോ നമ്മള് മാസിന് പകരം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. P1A minus P2A is equal to M into A. അപ്പൊ ഇതിനകത്ത് മാസിന് പകരം ഞാനൊരു ഇക്വേഷൻ, ഡെൻസിറ്റി ഇക്വേഷൻ വെച്ചിട്ടുണ്ടാക്കും. അതേപോലെ എ ഞാനൊന്ന് മാറ്റി എഴുതും, dV by dt. കിടക്കട്ടെ, A is equal to dV by dt, മാസ് equal to rho A L. ഇനി ഈ രണ്ട് കാര്യം എടുത്തിട്ട് ഞാൻ ഈ മേലത്തെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. ഇപ്പൊ P1A minus P2A, A കോമൺ ആയതുകൊണ്ട് A into P1 minus P2 എന്ന് എഴുതാലോ? എഴുതിക്കൂടെ? എമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൻസിറ്റി ഇക്വേഷൻ എന്തെങ്കിലും ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ dV by dt ആണ്. അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് എഴുതാണ്. A into P1 minus P2 is equal to എമ്മിന് പകരം റോ AL, എക്ക് പകരം d by dt of V അല്ലെങ്കിൽ dV by dt. ഓക്കെ, ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. ഈ ഇക്വേഷൻ ബ്ലോക്ക് ചെയ്ത് അവിടെ വെക്കുന്നു. ഇനി Q, ഫ്ലോ റേറ്റ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലെ? ഫ്ലോ റേറ്റ്. സോ ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. Q is equal to AV. നമ്മൾ ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിലേക്ക് വരികയാണ്. Q is equal to AV. രണ്ട് ഭാഗവും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ dQ by dt is equal to A into dV by dt എന്ന് കിട്ടും. A into dV by dt എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യത്തിൽ വന്ന we know that dQ by dt is equal to A into dV by dt. ഇനി നമ്മളെ ഇവിടെ ബ്ലോക്ക് ചെയ്ത ഇക്വേഷനിൽ ഈ A dV by dt ഉണ്ടാവും. ഇവിടെ A ഉണ്ട്, dV by dt ഉണ്ട്. അപ്പൊ ഈ A dV by dt ക്ക് വരെ ഇനി എന്ത് എഴുതിയാൽ മതി? dQ by dt എന്ന് എഴുതിയാൽ പോരടാ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? A into P1 minus P2 is equal to rho into L into A dV by dt ക്ക് പകരം dQ by dt. rho into L into dQ by dt. ക്ലിയർ? സോ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് പ്രഷറിന്റെ ടേമിലേക്ക് മാത്രം. P1 minus P2 or P2 minus P1 is equal to ഈ A ഇപ്പുറം പോകുന്നു, rho L by A dQ by dt. Then ഈ rho L by A ഞാനൊരു സിംഗിൾ ടേം ആക്കി മാറ്റുന്നു, that is IH, which is known as hydraulic inertance. IH into
dq by dt, which is a constant equal to rho L by A. Rho എന്ന് പറഞ്ഞ ഡെൻസിറ്റി, L എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ലിക്വിഡ് കോളത്തിന്റെ ലെങ്ത്, A എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിഡർ ചെയ്ത പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ഒരു മൂവ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ഒരു പിന്നെ ഇനേഷ്യൽ ഫോഴ്സ് ഉള്ള ഒരു ഇനേഷ്യ ഉള്ള ലിക്വിഡ് കോളത്തിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ ചേഞ്ച് P2 minus P1 is equal to IH into dq by dt. Q എന്ന് പറഞ്ഞാൽ ഫ്ലോ റേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഓർമ്മ വേണം. P2 minus P1 is equal to IH into dq by dt. ഇതിനകത്ത് ക്യൂവിന്റെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം? Q is equal to എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്താ ചെയ്യാ? IH ഇപ്പുറം വരും അല്ലെ, 1 by IH ഇന്റഗ്രൽ P2 minus P1 dt വരും അല്ലെ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, എന്നിട്ട് മറ്റേ ഇക്വേഷനും കൂടി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നമ്മളിപ്പം ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ 3 എലമെന്റുകൾ പറഞ്ഞു: ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്, ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്, ഹൈഡ്രോളിക് ഇനർട്ടൻസ്. അപ്പൊ ഇതുപോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിനും ഉണ്ടാവൂലേ 3 ബ്ലോക്ക്? ദാറ്റ് ഈസ് ന്യൂമാറ്റിക് റെസിസ്റ്റൻസ്, ന്യൂമാറ്റിക് കപ്പാസിറ്റൻസ്, ന്യൂമാറ്റിക് ഇനർട്ടൻസ്. ന്യൂമാറ്റിക് റെസിസ്റ്റൻസ് അതായത് നമ്മളിപ്പോ ഹൈഡ്രോളിക് ലിക്വിഡ് പറഞ്ഞിടയ്ക്കൊക്കെ ഗ്യാസ് വരും അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ വരും. അപ്പോ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കുറവുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന പൈപ്പിലൂടെ ഒരു ഗ്യാസ് പോകുമ്പോൾ ആ ഗ്യാസിന്റെ ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ ഒരു പ്രഷർ P1 ഉം ഇവിടെ P2 ആണെങ്കിൽ ആ പ്രഷർ ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ അതായിരിക്കും നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ പ്രഷർ ചേഞ്ചിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ P1 minus P2, ഹൈഡ്രോളിക് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. P1 minus P2 is equal to RR into dm by dt. dm by dt. നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഹൈഡ്രോളിക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞാണ്. ഹൈഡ്രോളിക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പറഞ്ഞോ, ഒച്ച പറ. Q1 minus Q2 is equal to CH into dP by dt. CH into dP by dt. by dt. ആ dP by dt, P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P1 minus P2 ആയിരുന്നല്ലോ അല്ലെ. P എന്ന് പറഞ്ഞാൽ P1 minus P2 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേടാ? P1 minus P2 നെ നമ്മൾ സിംപ്ലി ക്യാപിറ്റൽ ലെറ്റർ P എന്ന് പറയാം. അതായത് ഈ ഒരു ഡിഫറൻസിനെ, പ്രഷർ ഡിഫറൻസിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ P എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്തെങ്കിൽ P is equal to RH into Q അല്ലെ. ഓക്കെ, അതേപോലെ ന്യൂമാറ്റിക് റെസിസ്റ്റൻസിൽ P1 minus P2 is equal to RR. ഇത് ന്യൂമാറ്റിക് റെസിസ്റ്റൻസ്. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ന്യൂമാറ്റിക് resistance. Then dm by dt എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഫ്ലോ റേറ്റ് അല്ലെ, അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് dm by dt ക്ക് പ്രൊപ്പോർഷണൽ ആണ് പ്രഷർ ചേഞ്ച്. അതായത് ന്യൂമാറ്റിക് സിസ്റ്റത്തില് പെട്ടെന്നുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ച് അല്ലെങ്കിൽ ബെൻഡിങ് അല്ലെങ്കിൽ വാൽവ്സ് ഒക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലോ പ്രഷർ ചേഞ്ച് അല്ലെങ്കിൽ P1 minus P2 which is directly proportional to the mass flow rate. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരും, ദാറ്റ് ഈസ് RR, which is known as ന്യൂമാറ്റിക് റെസിസ്റ്റൻസ്. അപ്പൊ അതേപോലെ ന്യൂമാറ്റിക് കപ്പാസിറ്റൻസ് ഉണ്ടാവല്ലോ. അത് നമ്മൾ കംപ്രസ്ഡ് എയർ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അക്യുമുലേറ്റിംഗ് ടാങ്കുകൾ ഉണ്ടാവും അല്ലെ. ആ ടാങ്കുകളിൽ നമ്മൾ ഒരു കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി അല്ലെ, ആ എനർജി സ്റ്റോറിംഗ് ഡിവൈസിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അവിടുത്തെ ഗവേണിംഗ് ഇക്വേഷൻ നോട്ട് ചെയ്യുക. P1 minus P2 is equal to എഴുതിയെടുക്കണേ. P1 minus P2 is equal to 1 by CP1 plus CP2. ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. ഡെറിവേഷൻ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇതുവരെയും എക്സാമിനൊന്നും വന്നിട്ടില്ല. നോട്ടായിട്ട് തരുമ്പോൾ തരാം. നമുക്ക് ഈ ഗവേണിംഗ് ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കുക. 1 by CP1 plus CP2 into integral m1 dot minus m2 dot dt. m1 dot minus m2 dot dt. എന്താണ് CP1, എന്താണ് CP2? where CP1 ഇത് എഴുതിയാ P1 ഉം P2 അറിയാലോ, എൻട്രൻസിലും എക്സിറ്റിലുള്ള പ്രഷർ.
പിന്നെ നമുക്ക് അറിയാത്തത് CP1, CP2, പിന്നെ M1 ഡോട്ട് M2 ഡോട്ട് ഇതൊക്കെയല്ലേ അറിയാത്തത്. CP1 is the pneumatic capacitance due to change in volume of the container. അതെവിടെ ഉണ്ട്? CP1 pneumatic capacitance due to change in volume of the container. അത് ഡെറിവേഷനിൽ ഈ ഒരു ടേമിനെ മാറ്റിയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് CP1 എന്ന് വിളിക്കുന്നതാണ്. ഡെറിവേഷൻ പറയുമ്പോഴാണ് അത് ക്ലിയർ ആവുക. പക്ഷെ ലെങ്തി ഡെറിവേഷൻ ആണ്, നമുക്കത് ആവശ്യമില്ല, നമുക്ക് ആ ഇക്വേഷനെ വേണ്ടുള്ളൂ. ഡെറിവേഷനിൽ ഇങ്ങനെ ഒരു ടേം വരുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതുന്നതാണ് CP1. സോ CP1 is equal to rho into dV by dP. Then here CP1 plus CP2 ഉണ്ട്. CP2. What is CP2? The pneumatic capacitance due to the compressibility of gas. Pneumatic capacitance due to compressibility of gas, which is equal to V by RT. ഡെറിവേഷനിലെ ഈ ഒരു ടേമിനെ മൊത്തമായിട്ട് മാറ്റിയിട്ട് സിമ്പിൾ ആയിട്ട് CP2 എന്ന് വിളിക്കുന്നതാണ്. Compressibility of the pneumatic capacitance due to compressibility of gas. Then M1 dot mass flow rate of gas. M1 dot ആണ് പറയുന്നത്. M1 dot എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? Which is dm1 by dt നെ നമ്മൾ മാറ്റിയതാണ്, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. dm1 by dt നെ നമ്മൾ m1 ഡോട്ട് എന്നും അതേപോലെ m2 ഡോട്ട് എന്ന് പറഞ്ഞാൽ dm2 by dt. ഈ ഡിഫറൻഷിയേഷനെ നമ്മൾ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഡോട്ട് ഇട്ടിട്ട്. m1 ഡോട്ട് എന്ന് പറഞ്ഞാൽ dm1 by dt ആണ്. ദിസ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഗ്യാസ് m1 ഡോട്ട് എന്താണെന്നാണ് പറയുന്നത്. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഗ്യാസ് എൻറ്ററിങ് ദി കണ്ടെയ്നർ. നമ്മളെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ ടാങ്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിംഗ് ഡിവൈസിനകത്തേക്ക് എൻറ്റർ ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ്, ദാറ്റ് ഈസ് dm1 by dt. m1 dot. m2 dot എന്തായിരിക്കും? which is dm2 by dt, mass flow rate of gas leaving the container. ഇത് entering, ഇത് leaving. അതേപോലെ P1 എന്ന് പറഞ്ഞാൽ pressure of gas when entering to the container. P2 എന്ന് പറഞ്ഞാൽ pressure of gas when leaving the container. ഫൈനൽ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കുറച്ച് ഓർത്തിരിക്കാൻ പ്രയാസം ഉണ്ടാവും, എന്നാലും ഇത് അത്യാവശ്യമാണ്, ചോദിച്ചേക്കാം. P1 minus P2 is equal to 1 by CP1 plus CP2 into integral m1 dot minus m2 dot dt. P1 എന്ന് പറഞ്ഞാൽ pressure at inlet of the tank, P2 pressure at the outlet of tank, CP1 എന്ന് പറഞ്ഞാൽ hydraulic capacitance due to change in volume of container, CP2 is the hydraulic capacitance due to compressibility of gas, m1 dot rate of change of mass at the end of the tank, so mass flow rate at the exit of the tank. So pneumatic capacitance. Then next one, pneumatic inertance. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലോ ഉള്ള ഗ്യാസ്, നമ്മളൊരു പൈപ്പ് കൺസിഡർ ചെയ്യുന്നു, ഒരു ചെറിയൊരു പർട്ടിക്കുലർ ഏരിയ, ഈ പൈപ്പിൽ 1, 1, 2, 2 ഇത്ര ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ്, ഈ ഗ്യാസിന്റെ മുകളിൽ നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യും, ഒരു ആക്സിലറേഷൻ അറ്റൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോ ഉള്ള ഗ്യാസിനെ ഗ്യാസ് ഫ്ലോയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി അടുത്തത് pneumatic inertance എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. P1 minus P2 is equal to IP into dm dot by dt. നോട്ട് ചെയ്യാം. Governing equation of pneumatic inertance. P1 minus P2 is equal to IP into dm by dt. This IP is known as pneumatic inertance.
dm dot by dt. Actually ഇത് d square m by dt square ആണ്. m dot എന്ന് പറഞ്ഞാൽ എന്താ? dm by dt നെയാണ് m dot എന്ന് വിളിക്കുക. So d by dt of m dot ആണ്. That is d square m by dt square. അല്ലെങ്കിൽ ഇതിനെ m double dot എന്ന് പറഞ്ഞാലും മതി. ip into m double dot എന്ന് പറഞ്ഞാലും മതി. എന്തുവാട്ടെ? m dot is the rate of mass flow rate of the gas. Mass flow rate of the gas. Mass flow rate of the gas. Derivation ഞാൻ നോട്ടിൽ തരാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പോലെ തന്നെ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങുക. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F1 മൈനസ് F2, ദാറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എം എ. ഇത് തന്നെയാണ് നമ്മുടെ നേരത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദെൻ അതിൻ്റെ നിന്ന് എയും പിന്നെ മാറ്റി എഴുതാം. എ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ബൈ ഡി ടി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം വി അല്ലേ. ഇനി അതിൻ്റെ നിന്ന് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവരാണ്. അപ്പൊ എം വിനെ മാറ്റിയിട്ട് പുതിയൊരു ടേമിലേക്ക് എത്തിക്കും. അങ്ങനെ P1 മൈനസ് P2 എ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് എത്തും. ഇവിടുന്ന് ഞാൻ നോട്ട് തരാം, ഒന്നുമില്ല, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള കൺവേർഷൻസ് മാത്രമാണ്. നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫൈനൽ ഇക്വേഷൻ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു IP ഇൻറ്റു DM ഡോട്ട് ബൈ DT. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ ഒന്നുകൂടി സമ്മറൈസ് ചെയ്തതാണ്. ഇനേർട്ടൻസ്, ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഇനേർട്ടൻസ് പറഞ്ഞാൽ Q ഇസ് ഈക്വൽ ടു 1 by IH. 1 by IH ആണ് ഇന്റഗ്രൽ P1 മൈനസ് P2 dt. നമ്മൾ P1 മൈനസ് P2 dt ഇസ് ഈക്വൽ ടു എന്തായിരുന്നു പഠിച്ചേ? IH ഇൻറ്റു ഇതാ ഹൈഡ്രോളിക് ഇനേർട്ടൻസിന്റെ ഇക്വേഷൻ. നമ്മൾ എഴുതിയെടുത്ത ഇക്വേഷൻ നോക്കിയേ, P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു IH ഇൻറ്റു dq ബൈ dt എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെയൊക്കെ ക്യൂവിന്റെ ടേമിലേക്ക് മാറ്റി എഴുതിയേ ഉള്ളൂ. നമ്മൾ പഠിച്ചത് തന്നെയാണ്, പക്ഷെ Q is equal to എന്ന് പറഞ്ഞിട്ട് എഴുതിയേ ഉള്ളൂ. അതേപോലെ കപ്പാസിറ്റൻസ് Q is equal to, Q ഇക്വേഷൻ ആണ് ഇവിടെ ഉള്ളത്. റെസിസ്റ്റൻസ് Q is equal to. ഓക്കെ, ദെൻ ഇപ്പൊ പറഞ്ഞ ന്യൂമാറ്റിക് സിസ്റ്റത്തില് ഇനർട്ടൻസ് 1 by IH is equal to, ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇവിടെ P1 മൈനസ് P2 is equal to എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ അപ്പുറത്തെ ടേബിൾ ഇപ്പൊ പറയുന്നത് ഈ M is equal to, M dot is equal to എന്ന് പറയുമ്പോൾ എങ്ങനെയാ മാറ്റി ചെയ്താൽ M dot is equal to 1 by IH into integral P1 minus P2 dt. Then capacitance വരുമ്പോൾ M dot is equal to CP into dP1 minus D2 by P2 by dt അല്ലെ d by dt of P1 minus P2. Then resistance M dot equation P1 minus P2 by RR. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ന്യൂമാറ്റിക്കും ഫ്ലൂയിഡ് സിസ്റ്റത്തിലെ ഹൈഡ്രോളിക്കും ന്യൂമാറ്റിക്കും മൂന്നിലും ബിൽഡിംഗ് ബ്ലോക്സിന്റെ പേര് സെയിം തന്നെ. ന്യൂമാറ്റിക് ആകുമ്പോൾ ന്യൂമാറ്റിക് റെസിസ്റ്റൻസ്, ന്യൂമാറ്റിക് കപ്പാസിറ്റൻസ്, ന്യൂമാറ്റിക് ഇനർട്ടൻസ്. ഹൈഡ്രോളിക് ആകുമ്പോൾ ഹൈഡ്രോളിക് റെസിസ്റ്റൻസ്, ഹൈഡ്രോളിക് കപ്പാസിറ്റൻസ്, ഹൈഡ്രോളിക് ഇനർട്ടൻസ്. ഇതിന്റെയൊക്കെ ഗവേണിംഗ് ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി തീരെ നിർവാഹയിലെ ബൈഹാർട്ട് എങ്കിലും പഠിക്കുക, കാരണം അത്യാവശ്യമാണ്. ബിൽഡിംഗ് ബ്ലോക്സും അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി മേ ബി എക്സാമിന് വന്നേക്കാം. കഴിഞ്ഞ തവണയൊക്കെ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ മാത്രം ചോദിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ ചിലപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇനിയുള്ളത് ഒരു സിസ്റ്റവും കൂടിയുണ്ട്, തെർമൽ സിസ്റ്റം. തെർമൽ സിസ്റ്റത്തിൽ 2 ബിൽഡിംഗ് ബ്ലോക്കേ ഉള്ളൂ, തെർമൽ റെസിസ്റ്റൻസും തെർമൽ കപ്പാസിറ്റൻസും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അത് കഴിഞ്ഞാൽ ഈ മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്ന ഏരിയ കഴിയും. നമുക്ക് നോക്കാം, കുറച്ചുകൂടി ഉണ്ട് ഈ മൊഡ്യൂള്. അറ്റൻഡൻസ് എന്ന് പെട്ടെന്ന് പറയോ? നമ്പർ 1 2